ഹൈറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞ്? 17 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് അതെങ്ങനെയാ പറഞ്ഞത്. മനുഷ്യൻ നടന്ന ഒരു ലക്ഷണമില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണോ? എന്ത് സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ പറഞ്ഞിട്ട് എന്തിന് താഴേക്ക് ഇറങ്ങണേ? വേറെ വഴിയുണ്ടെന്ന് നോക്കി. വേറെ വഴിയില്ലല്ല. ഇല്ലല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇന്ന് രാജുവേട്ടനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ജഡായു പാറ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജഡായു എർത്ത് സെൻറ്ററിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് കൊല്ലത്തെ ചിന്നക്കട ജംഗ്ഷനാണ്. ഈ പാലം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു യെല്ലോ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. അതാണ് കൊല്ലത്തെ ഫേമസ് ക്ലോക്ക് ടവർ. ഇത് നിർമ്മിച്ചത് 1944 അന്നത്തെ കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിരുന്ന UG പരമേശ്വരൻ പിള്ളയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഈ ടവർ. ഇത് അന്ന് 3 വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയാക്കിയത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഈ ബിൽഡിങ്സ് എല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ബിൽഡിങ്സാണ്. ഇതിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒരു മേജർ ഇന്നോവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് കൊല്ലം ടു ട്രിവാൻഡ്രം റൂട്ടാണ്. ഇവിടെയും വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പാരിപ്പള്ളി ജംഗ്ഷനിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ചടയമംഗലം റൂട്ടിലേക്കാണ് പോകേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തിയേറ്റർ പ്രേമികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൻ്റെ എൻട്രൻസ് ആണ്, രേവതി സിനിമാക്സിൻ്റെ. എന്തായാലും വഴിയെ ഈ ഒരു തിയേറ്ററിൻ്റെ വ്ളോഗ് വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും നമുക്ക് 16 കിലോമീറ്റർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. Take the next left onto Palikkal, Pakalkuri via Muthala Road. Continue on Chadayamangalam Palikkal Road for 8 kilometers. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അടുത്ത യാത്ര. കിടുക്കാച്ചി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അവരുടെ മെനു കംപ്ലീറ്റ് ഫ്രണ്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് ദോശയും കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂട് വറുക്കുന്ന ദോശയും കടലക്കറിയും കൊടുത്തു തന്നിട്ടുണ്ട്. ഇത് വേഗം തട്ടിയിട്ട് അടുത്ത യാത്ര തുടങ്ങാം. ഇനിയും ഇവിടുന്ന് 7 കിലോമീറ്റർ പോകാനുണ്ട്. ദോശയും കടലക്കറിയും നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമുക്കത് ഉണ്ടാക്കുന്നത് തന്നെ സൈഡിൽ കാണാൻ പറ്റും. ഓപ്പൺ കിച്ചണാണ് അവിടെ. അപ്പോൾ ഈ വഴി വരുന്ന ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയും. Continue on Jatayu Nature Park Road for 1 kilometer. ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് പറഞ്ഞ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഞങ്ങൾ ചെന്ന് കയറി കൊടുത്തത് എർത്ത് സെൻറ്ററിൻ്റെ എക്സിറ്റ് പോർഷനിൽ. അപ്പോൾ ഇതിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗേറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞ് കറങ്ങിയാണ് മെയിൻ എൻട്രൻസിലേക്ക് പോയത്. ജഡായു എർത്ത് സെൻറ്റർ അല്ലെങ്കിൽ ജഡായു നേച്ചർ പാർക്ക്. ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായു പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. 64 ഏക്കറാണ് ഈ പാർക്കിൻ്റെ ആകെ വിസ്തീർണം. ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് പെർ ഹെഡ് 610 രൂപ. റേറ്റ് കണ്ടോ,
ഇത് കേബിൾ കാർ റൈഡിൻ്റെ 315 രൂപ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള കോസ്റ്റാണ്. അതല്ല നമ്മൾ നടന്നാണ് മുകളിലേക്ക് കയറണമെങ്കിൽ 354 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സോ നടന്ന് കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ 354 രൂപയുടെ 2 ടിക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, ക്യാഷേ കൊടുക്കാൻ പറ്റുള്ളൂ. ഗൂഗിൾ പേ അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഈ ഒരു കൗണ്ടറിലില്ല. അതെന്തായാലും ഒരു മോശം കാര്യമായി പോയി. UPI പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ഇവിടെ റെഡിയാക്കാമായിരുന്നു. ബാഗ് വെച്ചല്ലേ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ വാക്ക്വേയിലേക്ക് പ്രവേശിച്ചു. ഇതിൽ നടന്നു കയറുമ്പോൾ ഇനി വരാൻ പോകുന്ന വഴികളിൽ പല സ്റ്റെപ്പുകളുണ്ടാവും. സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ കയറാൻ പോകുന്ന മലയുടെ മുകളിലുള്ളത്. അപ്രോക്സിമേറ്റ്ലി 1 കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. കയറാനായി ഇനി ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ ഒരു തേനീച്ചക്കൂട് പോകുന്ന വഴിയിൽ കണ്ടു. ഇനി 648 പടികളും 895 മീറ്ററോളം മുകളിലേക്ക് നമുക്ക് നടക്കാനുണ്ട്. ഇത്രയും നേരമായിട്ട് ഈ കൂടെയുള്ള ആളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതാണ് മിസ്റ്റർ രാജു സുകുമാരൻ, എൻ്റെ ഫ്രണ്ടാണ്. ആക്ച്വലി ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ ആർട്ട് ഗുരു കൂടിയാണ്. മൂപ്പര് കാണുന്ന പോലെ അല്ല കേട്ടോ, ആളുടെ റേഞ്ച് വേറെയാണ്. ബേസിക്കലി ആർട്ടിസ്റ്റ് ആണെങ്കിലും ആളൊരു റൈറ്ററാണ്. സ്വന്തമായിട്ടൊരു ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കല്ലി കാഞ്ഞാവടി എന്നുള്ള തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ബോഡി ബിൽഡിങ് വളരെ പാഷനായിട്ട് എടുത്ത ആളാണ്. ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ ആൾ ജിമ്മിലെ ട്രെയിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കോളേജ് ലൈഫ് മുതൽ ആർട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ എന്നെ സഹായിച്ച ഒരാൾ കൂടിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് സ്റ്റെപ്പുകളെല്ലാം തന്നെ മുകളിലേക്കല്ലേ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം പിന്നെ താഴേക്കായി. അപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായിപ്പോയി. ഞങ്ങൾ മുകളിലേക്കാണ് കയറുന്നത്, താഴേക്ക് പിന്നെ ഇറങ്ങാണോ, വഴി തെറ്റിപ്പോയോ? അതും ഒരു മനുഷ്യനെ പോലും അവിടെ കാണുന്നില്ല. ചില പോയിൻറ്റ്സിൽ മാത്രം സെക്യൂരിറ്റി ഗാർഡ്സ് ഇരിക്കുന്നുള്ളൂ. ഇപ്പോൾ വഴി വേറെയുണ്ടോ, ഇനി താഴേക്ക് ഇറങ്ങാനുള്ള വഴിയാണെന്നൊക്കെ ഉള്ള കൺഫ്യൂഷനായിപ്പോയി. അവസാനം മനസ്സിലായി ഇതിങ്ങനെ സിക്സാക്ക് പോലെയാണ് ഇതിൻ്റെ എലവേഷൻ കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പാസേജ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഓരോ പോർഷൻസിലും നമ്മൾ എത്ര സ്റ്റെപ്പ് കയറി എന്നുള്ളതും ഇനി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാനും കൂടി ഉണ്ടെന്നുള്ള മൈൽ സ്റ്റോൺസ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ വഴിയിലെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ സിനിമയ്ക്ക് സെറ്റ് ഇട്ട് വെച്ചേക്കണ പോലെ തോന്നാം. രണ്ട് സൈഡിലും പക്കാ കാട്. ഇതിന്റെ ഐതിഹ്യത്തെ കുറിച്ചല്ല അറിവുള്ളത് ഇല്ല. എന്താണെന്നല്ല അറിയാം. ഇല്ല. പിന്നെ എന്തോ കാണാനാവുന്നത് എന്തറിഞ്ഞുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഇതെല്ലാം അറിയണം. രാമായണത്തിൽ ഇതിൻ്റെ ഇടയിൽ രാജുവേട്ടൻ്റെ വക ലെക്ചർ ക്ലാസ്. ഓക്കെ. സീത രാവണന് കട്ടുകൊണ്ട് പോയപ്പോൾ രാവണനിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച വീരനായകനാണ് ഈ ജഡായു. ഓക്കെ. പക്ഷേ രാവണനുമായിട്ട് ആ സമയത്ത് തമ്മില് യുദ്ധം ഉണ്ടാവുകയും, യുദ്ധം മീൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ജഗട കശപിച്ച ഉണ്ടാവുകയും, അപ്പൊ രാവണന്റെ വാള് കൊണ്ട് ജഡായുവിന് മുറിവേറ്റു.
അപ്പൊ രാവണന്റെ വാളുകൊണ്ട് മുറിവേറ്റ വീണ ജടായു രാമന് സീതയെ കൊണ്ടുപോയ ദിശ കാണിച്ചു കൊടുക്കുകയും രാമന്റെ മടിയിൽ കിടന്ന് ജീവൻ വിടുകയും ചെയ്തു. ഈ സംഭവം നടന്നത് ഈ പാറയുടെ മുകളിലാണ് ഇവിടെ. അതെ, അതിനാണ് ജടായു പാറ എന്നറിയപ്പെടുന്നത്. ജടായു ആരാന്നറിയൂ? സൂര്യപുത്രനാണ് ജടായു. അതായത് സൂര്യന്റെ സാരഥിയായ അരുണന്റെയും ശേനിയുടെയും പുത്രനും സമ്പതിയുടെ സഹോദരനുമാണ് ജടായു എന്ന് പറയുന്നത്. ശ്രീ ബാലൻപിള്ള എന്ന ശില്പിയാണ് ഈ കൽപ്പടകൾ നിർമ്മിച്ചതെന്ന് ഇവിടെ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 241 സ്റ്റെപ്സും 410 മീറ്ററും മുകളിലേക്ക് നമുക്ക് നടക്കാനുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ. കാരണം ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു പോർഷൻസ് മൊത്തം ഫുൾ ഗ്രീനറി ആയിട്ട് കിടക്കുന്നതും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. ഞങ്ങളിപ്പോൾ നടന്ന് ഏകദേശം സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്താറായി. ഇനിയും മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട് കയറാനായിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴത്തെ പോർഷൻസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ കുളങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ റോപ്പ് വേ പാസ് ചെയ്ത് കയറി പോകുന്ന ഏരിയ കാണാൻ പറ്റും. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ടാവും ഇനിയുള്ള നടത്തുമെന്ന് വിചാരിച്ചു. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടുത്തെ ടൈമിങ്, വിസിറ്റേഴ്സിന് ഇവിടെ അലൗഡ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് പറയാൻ വിട്ടുപോയത്. അത് താഴെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീക്ക് ഡേയ്സിലാണെങ്കിൽ സ്കൾപ്ചർ വിസിറ്റ് പ്ലസ് കേബിൾ കാർ റൈഡ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ടൈമുള്ളത്. സ്കൾപ്ചർ വിസിറ്റ് പ്ലസ് വാക്ക് വേ ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെ. ഇനി വീക്കെൻഡ്സിലാണെങ്കിൽ എല്ലാം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫുൾ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അതെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഈ റോപ്പ് വേ കൂടെ കേബിൾ കാർസ് നിർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ, ടൂറിസ്റ്റ് വിസിറ്റേഴ്സ്. ഇതിപ്പോൾ വീക്കെൻഡ് ഡേയ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നടന്ന് കയറുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങൾ
ഞങ്ങൾക്ക് ഈ സ്കൾപ്ചറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാരണം ഉള്ളിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് വിസിറ്റേഴ്സിന് ഉള്ളിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. പക്ഷെ പുറത്ത് നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്കൾപ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ജടായു പ്രതിമയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ. ജടായു രാവണ യുദ്ധം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നടന്നതെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ബാക്കി മെഷർമെൻറ്റ്സും കാര്യങ്ങളും പറയുകയാണെങ്കിൽ 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരമുണ്ട് ഈ ശില്പത്തിന്. ഈ ശില്പനിർമ്മിതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഇവിടെ താഴെ കൊത്തിവെച്ചിട്ടുണ്ട്. ഓരോ വർഷങ്ങളിലായിട്ട് ഇതിൻ്റെ ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏൻഷ്യൻ മിത്തോളജി പ്രകാരം രാമായണത്തിൽ രാവണൻ്റെ പക്കൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ചിറകുകൾ നഷ്ടപ്പെട്ട ജടായു എന്ന ഐതിഹാസിക പക്ഷിയുടെ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രമുഖ ശില്പിയും ചലച്ചിത്ര സംവിധായകനുമായ രാജീവ് അഞ്ചൽ ഡിസൈൻ ചെയ്ത ഈ സെൻറ്റർ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ടൂറിസം പ്രോജക്റ്റാണ്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ ഈ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ശില്പങ്ങളും ഓർണമെൻറ്റ്സും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ചെന്ന് അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നത്. ഈ ഒരു സ്കൾപ്ചറിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ശ്രീരാമക്ഷേത്രം ഉള്ളത്. അവിടേക്ക് കയറണമെങ്കിൽ ഇവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് പല പല പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു പ്രതിഷ്ഠ ജടായുവിൻ്റെയും കൂടിയാണ്. ഇതിന് സൈഡിലായിട്ട് കുറേ കുരങ്ങന്മാർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളവും. ഇവരിവിടെ കയറി വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല.
ഇതാണ് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു ഏരിയ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞ്? 17 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് അതെങ്ങനെയാ പറഞ്ഞത്. വരെ അടി പൊക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ കാൽപാദമാണിത്. ഈ 15 അടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? അപ്പുറത്തെ ക്ഷേത്രത്തിനുള്ളിലെ ശ്രീരാമ പ്രതിമയുടെ ഹൈറ്റാണ്. അത് ശ്രീരാമൻ്റെ എക്സാക്റ്റ് ഹൈറ്റ് ആണെന്നാണ് അവിടുത്തെ അമ്പലത്തിലെ പൂജാരി പറഞ്ഞത്. ഇവിടുത്തെ ബാക്കിയെല്ലാം ഓക്കെ. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇവിടുത്തെ ഒരു ഷോപ്പിൽ ഞങ്ങൾ ജസ്റ്റ് ലൈം ജ്യൂസാണ് മേടിച്ചത്. 2 പേർക്കുള്ള ലൈം ജ്യൂസിന് ടോട്ടൽ 80 രൂപ, ഒരു ലൈം ജ്യൂസിന് 40 രൂപ. അത് റേറ്റ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു കാര്യം മാത്രം ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടായി. ഈ ഒരു സ്കൾപ്ചറിൻ്റെ 4 കോർണേഴ്സിലായിട്ട് ഇതിന് തൊട്ടടുത്തുള്ള വേറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ബോർഡും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൾപ്ചർ ഫുള്ളി ഒരു കോൺക്രീറ്റ് നിർമ്മിതിയാണ്. അങ്ങനെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. നട്ടുച്ച സമയമായതുകൊണ്ടും ഇനി നടന്ന് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങാനായിട്ട് കേബിൾ കാറാണ് ചൂസ് ചെയ്യുന്നത്. ഈ കേബിൾ കാറിന് താഴേക്ക് ഇറങ്ങാനായിട്ട് പെർ ഹെഡ് 200 രൂപയാണ് വരുന്നത്. പക്ഷെ നേരെ തിരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് പെർ ഹെഡ് 315 രൂപ. അങ്ങനെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ട് കേബിൾ കാറിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനത്തിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്.
ഞങ്ങൾ മുകളിലേക്ക് കയറി വന്ന ആ ഒരു വേ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കാടിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ വഴികളും കാണാൻ പറ്റും. പിന്നെ ഇതിന് സൈഡിലായിട്ട് ഒരു ഹെലിപാഡുണ്ട്. പിന്നെ ട്രക്കിങ്ങിന് മറ്റോ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് വഴികളും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ഇതെല്ലാം തന്നെ മുകളിലിരിക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അവസാനം റോപ്പ് വേയുടെ താഴെ എത്തി. ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പിൽ കയറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടം നമുക്ക് താഴെ കാണാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോപ്പ് വേ ആണ്. ഈ 12D തിയേറ്റർ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട്
ഇനി അതിൽ കയറി ക്യാഷ് കളയണ്ടെന്ന് ഓർത്തിട്ട് അതിലേക്ക് കയറാൻ നിന്നില്ല. ബാക്കി അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. എന്താ എൻ്റെ ബോൾ ആ ബാസ്കറ്റിനകത്ത് അത് കറങ്ങുന്നതായിരിക്കും. അത് പിന്നെ എളുപ്പമാകുന്നുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കി. പോയി. എൻ്റെ മുകളിലിട് പയ്യെ മുകളിലിട് ആ അതെ മനസ്സിലായോ? മനസ്സിലായോ? 2 ബോൾ വീഴണം. മനസ്സിലായോ? ആ 2 ബോൾ വീണാൽ അത് കിട്ടും. ഇനി ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇതുപോലുള്ള ഷോപ്പുകളിൽ കയറിയിട്ട് വെറുതെ ഓരോ സാധനങ്ങൾ എടുത്ത് അതിൻ്റെ വില നോക്കി തിരിച്ചവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോരുന്ന പരിപാടി. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും ടിക്കറ്റ് കൗണ്ടറിൽ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ അടുത്ത ഒരു ട്രിപ്പിനുള്ള കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ദേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ശ്രീ സൈനിങ് ഓഫ്.